നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നിയോഗം പറയുക. തിങ്കളാഴ്ചത്തെ നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അനുസ്മരിക്കുന്ന ഈ ദിവസം, വിശുദ്ധ സെബസ്ത്യാനോസ് മാരക രോഗങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും വിശുദ്ധൻ മാത്രമല്ല, സുവിശേഷത്തിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്നവരുടെയും വിടുതലിന്റെ മധ്യസ്ഥനാണ്. അതിനേക്കാൾ സ്ഥല സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരുടെ എല്ലാം മധ്യസ്ഥനാണ്. വിശുദ്ധനെ ജീവിതത്തിലെ സ്ഥലം ലയകൃഷ്ണൻ ചക്രവർത്തി പകുതിയോളം രാജ്യത്തിന് പകുതി കൊടുക്കാന്ന് പറഞ്ഞത് കർത്താവിൻ്റെ നാമത്തെ പ്രതി സ്ഥലം വേണ്ടെന്ന് വെച്ച ആളാണ്. അതുപോലെ കൊണ്ട് തന്നെ സ്ഥലസംബന്ധമായ എല്ലാ വിഷയത്തിനും മേലും ദൈവികമായ തീരുമാനം ഉണ്ടാകാനും ഇടപെടലുണ്ടാകാനും വിശുദ്ധൻ്റെ മാധ്യസ്ഥം നല്ലതാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ ദിവസത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. കർത്താവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കർത്താവെ, കൃപാസനം അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കർത്താവെ, കൃപാസനം അൾത്താരെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ഈ ശക്തിയാൽ ഈ പ്രഭാതത്തിലെ ജനുവരി 20-ാം തീയതി തിങ്കളാഴ്ചയായി ഇന്ന് അങ്ങയുടെ മക്കള് ഇന്ന് കൂടുന്ന ഈ പ്രാർത്ഥനയിലെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലെ കർത്താവിൻ്റെ ശക്തി ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബാധിതരെയും മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തികമായ ബാധ്യതയാകാം, കുടുംബത്തിലുള്ള ഞെരുക്കമാകാം, ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയാകാം, മക്കളുടെ വിവാഹത്തിന് ഒത്തു വരണില്ലെന്ന് ഓർത്തുന്ന വേവലാതി കൊള്ളുന്ന മാതാപിതാക്കന്മാരെ സമർപ്പിക്കുന്നു. അവിടെ പ്രാർത്ഥന ഇന്ന് പരിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് വീടില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു.
സ്ഥലമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സമാധാനം ക്രിസ്തുവാണല്ലോ. കർത്താവേ, നീ സമാധാനമില്ലാത്ത ഹൃദയങ്ങളിൽ നീ നിറയാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനേക്കാളുപരി നീ നിറയുന്നതാണ്, നീ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ സങ്കടമെന്ന് തോന്നുന്ന രീതിയിൽ നിന്നെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ അന്തരംഗങ്ങളെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണകളിലേക്ക് ആവശ്യിക്കട്ടെ. തൊഴിൽപരമായ തടസ്സങ്ങൾ, ഒത്തിരിപരമായ വരുമാനമില്ലാത്തവർ, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, കർഷക തൊഴിലാളികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കർഷകരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവിടെ ഉദ്യമങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളവരുടെ വേദനയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ഥലങ്ങൾ വിട്ടുമാറാൻ പറ്റാത്തവരെ കർത്താവെ, ജീവിത മാർഗങ്ങൾ ഒത്തിരിയേറെ ഏലവും അതുപോലെ തന്നെ കുരുമുളകൊക്കെ വെറുതെ ഗോഡൗണിൽ ഇരുന്ന് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകളുണ്ട് ഈശോയെ. ചെറിയ പൊടിച്ചാളകളെല്ലാം വില കൂടി നിറച്ച് കടലുള്ളത് കാരണം അതിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട് ഈശോയെ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത വിഷമം അനുഭവിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് അങ്ങോട്ട് തിരുസേനി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കണ്ണ തോന്നണം. ആതുരാലയങ്ങളും അഗതി മന്ദിരങ്ങളിലും വേദനിക്കുന്നവർ ഓർക്കുന്നുണ്ട്. കർത്താവ്, വീട്ടിൽ തന്നെ അഗതി മന്ദിരമെങ്കിൽ ഇതിനേക്കാൾ നല്ല അഗതി മന്ദിരം ആയിരുന്നെങ്കിലെന്ന് വിചാരിച്ചുകൊണ്ട് മാതാപിതാക്കന്മാരും മക്കളെ പ്രാഗ് ജീവിക്കുന്ന വീടുകളുണ്ട്. ഒരു പരിഗണനയും ഒരു സന്ധിപ്പയും ലഭിക്കാത്ത മുതിർന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ്, മനസ്സിടിഞ്ഞ് മാസങ്ങളായിട്ട് പള്ളിയിൽ പോകാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. കൃപാന കൂടിയിട്ട് ദിവസങ്ങളായിട്ടുള്ള മാസങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ളവരുണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപാന കൂടിയ അനുഭവം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, മക്കളുടെ യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ പരീക്ഷ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ തലയിൽ കയറുന്നില്ല, ഉഴപ്പി നടക്കുന്ന മക്കളുണ്ട് ഈശോയെ. എന്നിട്ട് ജീവിതത്തിൽ വഴി പെശകൊണ്ടായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകി വഞ്ചനയുടെ കുരുക്കിലും ചതിയിലും പെട്ട് ജീവിതം ഇങ്ങനെ വല്ലാത്ത രീതിയിലായിപ്പോഴുണ്ട്. കൂട്ടുകെട്ടുകളിൽ പെട്ടിട്ട് കർത്താവെ, അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത മാർഗമായിട്ട് കർത്താവെ, പലതരത്തിലുള്ള തിന്മ പ്രവർത്തികൾക്ക് അധീനപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളുടെയും കെട്ടുകൾ, ചങ്ങലകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണകളെ കൊടുക്കട്ടെ. തലയിൽ പുണ്ണുള്ളവരെ കാണിക്കുന്നു, സർവാംഗം പുണ്ണുള്ളവരെ, ശരീരത്തിൽ വ്യത്യസ്തമായ കളറുകൾ മാറി വരുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ സ്നാനം ചെയ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കുടുംബപരമായ ഭാരങ്ങൾ, ജീവിത ഭാരങ്ങൾ, ഓരോ യാത്രയുണ്ടാകുന്ന പ്രയാസങ്ങൾ, യാത്രയ്ക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ സർവേശ്വരൻ ഇന്നത്തെ മുഴുവൻ ദിവസങ്ങളെ നിങ്ങൾക്ക് ആശീർവദിച്ച് നൽകട്ടെ. അവിടെ ഫീസസ് വിട്ട് പവർ ആൻഡ് ഗ്രേസ്. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ പല അരൂപിയുണ്ട്. സാധാരണ അരൂപിയുണ്ട്, അസാധാരണ അരൂപിയുണ്ട്. ഈ അസാധാരണ അരൂപിയാണ് എപ്പോഴും ഭയങ്കര അനുസരണബിളാകണത് ദൈവത്തിൻ്റെ. അതുകൊണ്ട് നിങ്ങൾ എന്നും കൊന്ന് ഇന്നലത്തെ പോലെ ഇന്നും എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇന്നത്തെ വ്യത്യാസം ഉണ്ടാകണം. നിങ്ങളുടെ അരൂപി ഡിഫറൻ്റ് ആയിരിക്കണം എന്നാണ് പറയണത്. നിങ്ങളെ ലക്ഷ്യം പ്രാപിക്കണമെങ്കിൽ അരൂപി ഡിഫറൻ്റ് ആയിരിക്കണം, മറ്റുള്ളവരെ പോലെ ആയിരിക്കരുതെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സംഖ്യാപുസ്തകം 14:24. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല, എന്നാൽ എന്റെ ദാസനായ കാലേബിനെ അവൻ ഉറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. കാര്യബന്ധം കൊണ്ട് അറിയാമോ? ഈ നൂനിൻ്റെ മകൻ ജോഷുവയില്ലേ, ജോഷുവ കുറേ പേര് സമറിയയിലേക്കും അതിനെ കാനാൻ ദേശത്തേക്കും വിടും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി കാനാൻ ദേശത്തേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോണത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളൊക്കെ എങ്ങനെ ഉണ്ട്? നമ്മളവിടെ ചെല്ലുമ്പോൾ എലി അപ്പം തിന്നണ പോലെ നമ്മളെ തിന്നു കളയുക. അപ്പോൾ പാളയത്തിലൊക്കെ ഭയങ്കര പേടിയാണ്, പാളയത്തിൽ പേടിയായി. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ്, ജോഷുവ പറഞ്ഞു, ഒരു 4-5 പേരോട് പറഞ്ഞു, നിങ്ങൾ പോയി ഒറ്റ നോക്കിയിട്ട് വരാൻ പറയും. സ്പൈ ചെയ്യാൻ. ഒറ്റ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണുകൊണ്ട് തുറച്ചു നോക്കുക എന്നല്ല അർത്ഥം. സ്പൈ ചെയ്യാനാണ് പറയണത്. രഹസ്യമായി ഇപ്പം നമ്മളുടെ റോയൊക്കെ ഇല്ല, അതുപോലെ അവർ പോയിട്ട് അവരെ സ്പൈ ചെയ്തിട്ട് വരാൻ പറയും. സ്പൈ ചെയ്തിട്ട് വന്നു വെച്ചുകൊണ്ടല്ലോ ഈ പോയവർ വന്നിട്ട് പിന്നെ നിൽക്കുന്നവരെ പോലും ബോധം കെടുത്തി കളഞ്ഞു.
അയ്യോ, അത് അവരെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു 80 കിലോനുണ്ട്. അവരുടെ ഒറ്റ മുന്തിരിക്കൊല 80 കിലോനുണ്ട്. 2 പേര് അവരുടെ മുന്തിരിത്തോട്ടത്തിലൂടെ മുന്തിരിക്കൊല തണ്ടേ കാവിക്കൊണ്ടുകൂടെ കണ്ട് അതൊരു 80 കിലോ വരും. അത്രയും വലിയ രാക്ഷസരായ മനുഷ്യരവിടെ ഉള്ളത്. നമ്മളെപ്പോലെയുള്ള ആൾക്കാരൊന്നുമല്ല. ഇത് നടക്കണ കാര്യമില്ലെന്ന് പറയും. എന്നിട്ട് പറയും അനാർക്ക് എന്ന് പറഞ്ഞ രാക്ഷസവർഗമുണ്ട്. അനാർക്കിൻ്റെ സന്തതികൾ ഞങ്ങളവിടെ കണ്ടെന്ന് പറയാം. അനാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 8 അടി 9 അടി വരെ പാർട്ടിയാണ്. അവരെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതോടുകൂടി സപ്തനാടുകളും തളർന്ന് ഇവിടെ എല്ലാം അസ്തമിച്ച്. അപ്പം കലേബ് പറയും, എന്താ അനാർക്കാരും ശരി, നമ്മൾ വിശ്വസിക്കണ കർത്താവ് അവർ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറയും. ഇത് വിശ്വാസം തന്നെയല്ല, ആത്മവിശ്വാസവും ആത്മധൈര്യവും ഭയങ്കര. അതായത് വിശ്വാസം തന്നെ ആത്മധൈര്യത്തിലേക്ക് വരണം. അല്ല, നിങ്ങൾ വിശ്വാസമുണ്ട്, ഉത്കണ്ഠ ഉണ്ടെങ്കിൽ ആ വിശ്വാസം വർക്കൗട്ട് ചെയ്യത്തില്ല. വിശ്വാസമുണ്ട്, ഭയം ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നെക്കെതിരെ തുറച്ചു നോക്കുകയും നിന്നെ കീഴ്പ്പെടുത്താൻ പോവുകയും ചെയ്യുന്ന, നീ പേടിക്കുന്ന വ്യക്തികൾ, നീ പേടിക്കുന്ന സംഭവങ്ങൾ, നീ പേടിക്കുന്ന, ഇപ്പോൾ നീ ഒരു ഓഫീസിൽ കയറി പോകാൻ പോവുകയാണ്, പക്ഷേ നിനക്കറിയാം പേടിയാണ്. നീ ഒരു ബാങ്കിൽ പോവുകയാണ്, മാനേജർ നിനക്ക് പേടിയാണ്. നീ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ നിനക്ക് പേടിയാണ്. അപ്പോൾ അവരുടെ ശബ്ദം അടിക്കണം തളർന്ന് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ തന്നെ വെള്ളം മേടിച്ച് കുടിക്കുന്നു, ഒരു കയ്യാൻ കളയാം. പക്ഷേ കലേബ് എന്താ പറയണത്? ഏതാരായാലും എൻ്റെ കർത്താവാണ് അവൻ അവിടെ ഇരുത്തിയിരിക്കണത്, അവനെ നമുക്ക് ഏൽപ്പിച്ചു തരുമെന്ന്. എന്തൊരു വിശ്വാസം! അതാണ് ദ സ്പിരിറ്റ് ലെഡ് ബൈ കലേബ് വാസ് ഡിഫറെൻറ്റ്. എന്താ വചനം മുഴുവനും ഭയങ്കരമായ രീതിയിൽ പറയണം. അതായത് കലേബിനെ നയിച്ച ആ രൂപി ഡിഫറെൻ്റാണ്. എന്താ അത് വിശ്വാസത്തെക്കാളും വിശ്വാസം നൽകുന്ന ആത്മധൈര്യമാണ്. ആത്മധൈര്യം ദൈവം എന്ന ഒരു വ്യക്തി അധിഷ്ഠിതമാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ചു തരും. നീ ഇന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നീ എവിടെ പോയാലും, വില്ലേജ് ഓഫീസ് ആയിക്കൊള്ളട്ടെ, ബാങ്കിലായിക്കൊള്ളട്ടെ, പഞ്ചായത്തിലായിക്കൊള്ളട്ടെ, പെൻഷൻ്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, നടക്കാത്ത ഏത് കാര്യത്തിന് പോയാലും അത് നടക്കത്തില്ലെന്ന് മറ്റുള്ളവർ പറയും. അപ്പോൾ നീ പറയണം, കർത്താവ് അവരെനിക്ക് ഏൽപ്പിച്ചു തരും. ഓക്കെ, ബി ഗ്രേസ്ഫുൾ. ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവെ അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ പേര് ആതിര സുകുമാരൻ. ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മ വഴി എനിക്ക് ഈശോപ്പയിലൂടെ ലഭിച്ച കൃപയുടെ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ കിട്ടിയ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ 5 നിയോഗങ്ങൾ വെച്ചല്ല ആദ്യത്തെ 3 എണ്ണം കിട്ടി. അതിൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതിനു മുമ്പേ തന്നെ എന്നെപ്പറ്റി അറിയില്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ ചെറിയ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാനും. ഞാൻ അമ്മയെപ്പറ്റി അറിഞ്ഞത്, ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് 10 വരെ പഠിച്ചത്. 10ാം ക്ലാസ് വരെ ഞാൻ കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാണ്. അപ്പോൾ അമ്മ ഈശോപ്പ എൻ്റെ കൂടെ ഉള്ളതാണ്. ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് UK വർക്ക് ചെയ്യായിരുന്നു. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് വർക്ക് ചെയ്തത്. ഞാൻ എന്ന് ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എൻ്റെ കയ്യിൽ ജപമാല ഉണ്ടാവും. അമ്മയുടെ ജപമാല കൊണ്ടാണ് ഞാൻ പോകുന്നത് ഡ്യൂട്ടിക്ക്. പക്ഷേ എനിക്ക് ചൊല്ലാനൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് നല്ലൊരു വിശ്വാസമാണ്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊള്ളും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഞാൻ അങ്ങനെ നവംബറിൽ ഞാൻ UK പോയിട്ട് 1 വർഷമൊക്കെ ആവാറായപ്പോഴത്തേക്ക് ഓസ്കിയൊക്കെ പാസ്സായി കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. പക്ഷേ കുഞ്ഞുങ്ങൾക്കും എനിക്കൊന്നും അവിടുത്തെ ക്ലൈമറ്റ് ഒന്നും പറ്റുന്നില്ല. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന പാടി ഒരു 6 മാസം കഴിഞ്ഞു. നവംബർ 2022 ആയപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ തിരിച്ച് നാട്ടിൽ കൊണ്ടുവിടാൻ വന്നു. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ കൊണ്ടുവിടാൻ വന്നു. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എൻ്റെ മക്കളെ ചേർത്തു. കോൺവെൻറ്റ് സ്കൂളായിരുന്നതുകൊണ്ട് എൻ്റെ സിസ്റ്റേഴ്സാണ്. എൻ്റെ സിസ്റ്ററാണ് എനിക്ക് ആദ്യമായിട്ട് കൃപാസനം പത്രം തന്നത്. എൻ്റെ സിസ്റ്ററിനോട് ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ അങ്ങനെ പത്രം കിട്ടി. ഞാൻ പോണേൻ്റെ തലേദിവസമാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, എൻ്റെ കസിനോട് ചോദിക്കുന്നു, കൃപാസനം എവിടെയാണ്, എനിക്കൊന്ന് പോകണം, ഉടമ്പടി എടുക്കണം എന്ന് ഞാൻ പറയണം. അപ്പം ആലപ്പുഴയാണെന്നൊക്കെ അറിഞ്ഞു. അപ്പം ഞാൻ അന്ന് മുതലേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അമ്മയുടെ നടയിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി ഡ്യൂട്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് അതിശക്തമായ ഒരു പെയിൻ ബാക്കിൽ വന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. അങ്ങനെ എനിക്ക് ഡ്യൂട്ടിയിൽ നിന്നൊക്കെ 1 മാസത്തേക്ക് സിക്ക് ലീവ് എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് കയറി. അപ്പോഴേക്കും ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിനെ പറ്റി കേട്ടു. ഞാൻ എത്രയും പെട്ടെന്ന് കൃപാസനത്തിലേക്ക് എനിക്ക് വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ ഏപ്രിൽ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നാട്ടിലേക്ക് വന്നു. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഹസ്ബൻഡ് UK സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 3 ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു, UK വന്നു. മറ്റേ എക്സാം ക്വാളിഫൈ ആയിട്ട് സ്റ്റാഫ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഗ്രേഡ് 3 ആയിട്ട് തന്നെ വർക്ക് ചെയ്യുമായിരുന്നു. അത് പലയിടത്തുമായിട്ടൊക്കെ ജോലി ചെയ്ത് പോകുമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ മെയ് ആകുമ്പോഴത്തേക്കും നാട്ടിൽ വന്നു.
വന്നു. ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് ലാസ്റ്റ് ആയപ്പോൾ മെയ് 2-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് അറിയില്ല ഉടമ്പടി എന്താണെന്ന്, ഉടമ്പടിയുടെ നിബന്ധനകൾ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ യൂട്യൂബിലെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്ത് എങ്ങനെയാണ് ദൈവത്തെ കൂടുതൽ അറിയാൻ സാധിക്കുക, ദൈവസ്നേഹം കൂടുതൽ കിട്ടാൻ സാധിക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ എല്ലാം ജനറലായിട്ടുള്ള കാര്യങ്ങളായിരുന്നു, എല്ലാവരുടെ ആരോഗ്യം, എല്ലാവരുടെ ഐക്യവും അങ്ങനെയൊക്കെയായിരുന്നു വെച്ചിരുന്നത്. അതിനകത്ത് ഞാൻ പ്രധാനമായി വെച്ചിരുന്നത്, ഞാൻ നഴ്സിംഗ് കഴിഞ്ഞപ്പം തൊട്ടേ എനിക്ക് NCLEX RN USA എക്സാം പാസ്സാവണമെന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ചു വിട്ടത് ഹസ്ബൻഡിൻ്റെ ബ്രദർ USA-ലാണ്, ഷിക്കാഗോയിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരിക്കലും എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും എന്നെനിക്ക് ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എക്സാം എഴുതി പാസ്സായാലേ പോകാൻ പറ്റുള്ളൂ. മാത്രമല്ല UK-യുടെ ക്ലൈമറ്റുമായിട്ട് എനിക്ക് ഒത്തുപോകാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 2022 പ്രോസസ്സിങ് തുടങ്ങിയത്. എൻ്റെ പ്രോസസ്സിങ് ഒന്നും മൂവ് ആകുന്നില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ NCLEX RN എക്സാമിന് ഡേറ്റ് എടുക്കുന്നവർക്ക് അറിയാം, 6 മാസമാണ് അതിൻ്റെ പ്രോസസ്സിങ് ടൈം. എൻ്റെത് സെപ്റ്റംബർ കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് ആയിട്ടും എൻ്റെ ഇതിന് ഒരു അനക്കവുമില്ല. നാട്ടിൽ നിന്ന് നമുക്ക് ഏജൻസിക്ക് പൈസയൊക്കെ കൊടുത്ത് NOC ഒക്കെ, നമ്മുടെ പ്രിൻസിപ്പൾ, പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പൾ NOC ഒക്കെ നമ്മൾ നല്ല ഗുഡ് കണ്ടക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് തിരിച്ച് അവർക്ക് മെയിൽ അയച്ചാൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാനുള്ള യോഗ്യത പോലും കിട്ടത്തുള്ളൂ. പക്ഷേ എനിക്കതെല്ലാം ഡിലേ ആയിപ്പോയായിരുന്നു. പക്ഷേ ഞാൻ മെയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അത് വെച്ചു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, ആ നിയോഗം വെച്ചു. ആദ്യത്തെ ഞായറാഴ്ചയോളം ഞാൻ ഉടമ്പടി ധ്യാനം കൂടി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ കസിൻ വഴി എനിക്ക് അതെല്ലാം എൻ്റെ പ്രിൻസിപ്പളിനെ ചെന്ന് കാണാൻ, എൻ്റെ കസിൻ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പഠിക്കുകയാണ്, ഞാൻ അവിടെയാണ് അമൃത നഴ്സിംഗ് പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് എൻ്റെ പ്രിൻസിപ്പളിനെ കാണാനായിട്ട് ഒരു അനുവാദം കൊടുക്കുകയും പെട്ടെന്ന് എനിക്ക് ക്ലിയറായി, ഞാൻ നിൻ്റെ എല്ലാം ഗുഡാണെന്ന് പറഞ്ഞൊരു മെയിൽ അവർക്ക് തിരിച്ച് അമേരിക്കയിലേക്ക് അയക്കുകയും അങ്ങനെ എനിക്ക് എക്സാമിന് ഡേറ്റ് എടുക്കാനുള്ള യോഗ്യത ATT എന്ന് പറയും, ഓതറൈസേഷൻ ടു ടേക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരിത് എനിക്ക് കിട്ടി. അപ്പോൾ അത് ATT വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 6 മാസത്തിനുള്ളിൽ എക്സാം എഴുതണം. അപ്പം ഞാൻ ഈ മെയിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു പോവുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ നാട്ടിലാണ്. ഞാൻ പോകുമ്പോഴത്തേക്കും എൻ്റെ കൂടെ ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാശ് രൂപ ഞാൻ എൻ്റെ താലിമാലയിലാണ് ഞാൻ ഇട്ടിരുന്നത്. ബാക്കിയുള്ള ഉടമ്പടി വസ്തുക്കൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഫ്ലൈറ്റിൽ കയറുമ്പോൾ നമുക്കൊന്നും അലൗഡ് അല്ല. അപ്പം എനിക്ക് കുറച്ച് അബ്ഡോമിനൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, ചില ഭക്ഷണങ്ങളൊന്നും കഴിക്കാനൊന്നും പിടിക്കത്തൊന്നുമില്ല വയറിന്. അങ്ങനെ രാവിലെ ഫ്ലൈറ്റിൽ കയറി രാവിലത്തെ എമിറേറ്റ്സ് ഫ്ലൈറ്റ് ആയിരുന്നു. ഫ്ലൈറ്റിൽ കയറി രാവിലത്തെ ഫുഡ് കഴിച്ചപ്പോൾ തൊട്ട് എനിക്ക് ഡയറിയ തുടങ്ങി. ഞാൻ ദുബായിലെത്തി കഴിഞ്ഞിട്ട് എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഒരു 20 ടൈംസ് എങ്കിലും എൻ്റെ ഇത് ബവൽ ഓപ്പണായി. ഞാൻ വാഷ്റൂമിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ കയ്യിൽ അമ്മയുടെ ജപമാലയുണ്ട്. എനിക്ക് ജപമാല അന്ന് മൊത്തമായിട്ടും ചൊല്ലാൻ അറിയില്ലെങ്കിലും നന്മ നിറഞ്ഞ മറിയമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ എല്ലാം ചൊല്ലാൻ അറിയാം, വിശ്വാസ പ്രമാണവും ചൊല്ലാൻ അറിയാമായിരുന്നു. ഞാൻ അതെല്ലാം ചൊല്ലിയിരുന്നു. ഞാൻ ഒന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ ദുബായിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞ് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ അവരെവിടെയാണോ അവിടെ ലാൻഡ് ചെയ്യും. എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും എടുക്കാനില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് കയറി, അമ്മേ ഒരു കാരണവശാലും എന്നെ വേറൊരു രാജ്യത്ത് ഇറക്കരുത്, എന്നെ മാഞ്ചസ്റ്ററിൽ തന്നെ എന്നെ ഇറക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കയറിയത്. ഫ്ലൈറ്റിൽ കയറി രാവിലെ തൊട്ടേ ആഹാരം ഒന്നും കഴിക്കാതെ വെള്ളമൊന്നും കുടിക്കാതെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആയി. ഞാൻ അവിടെ നിന്ന് ഒരിച്ചിരി വെള്ളം കുടിച്ചതേ ഉള്ളൂ, വീണ്ടും ഡയറിയ തുടങ്ങി. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരിക്കുന്നവരൊക്കെ ബ്രിട്ടീഷുകാരാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഐ എം ഗോയിങ് ടു ഫെയിൻറ്റ്. ഞാൻ പറഞ്ഞ് കുറച്ച് നിമിഷം കഴിഞ്ഞു എൻ്റെ ബോധം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാം ഫ്ലൈറ്റിലെല്ലാ ആൾക്കാരും വന്നു. അവരെന്നെ ഒത്തിരി സഹായിച്ചു. ഒരു കുറച്ച് സെക്കൻഡുകളിലേക്ക് എനിക്ക് ബോധമില്ലായിരുന്നു. ഓക്സിജനൊക്കെ വെച്ച് തന്നു. അപ്പം ക്യാബിൻ ക്രൂ എല്ലാം പൈലറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു, എമർജൻസി ആയിട്ട് ലാൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കണ്ണ് അപ്പോൾ തുറന്നു. അവരെനിക്ക് എമർജൻസി തരേണ്ട പെയിനിനുള്ള, എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു, അബ്ഡോമിനൽ പെയിനും ഡയറിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഡീഹൈഡ്രേഷൻ മാറാനുള്ളതെല്ലാം തന്നു. എന്നെ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് എന്നെ മാഞ്ചസ്റ്ററിൽ ഇറക്കി. മാഞ്ചസ്റ്ററിൽ നിന്ന് എന്നെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ഞാൻ മാഞ്ചസ്റ്ററിൽ നിന്ന് ഞാൻ ലിവർപൂളിലായിരുന്നു. ലിവർപൂളിലേക്ക് എത്തുമ്പോഴേക്കും ബോഡി നല്ല വീക്കായിരുന്നു. എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഒക്കെ എനിക്ക് UK-യിലുള്ളവർക്കറിയാം, നമ്മൾ NHS ആണെന്നുകൊണ്ട് എല്ലാം ഡിലേ ആണ്. നമ്മളിപ്പം ചെറിയൊരു ഡയറിയൊക്കെ ആയിട്ട് ചെന്നാൽ അവർ വെള്ളം കുടിക്കാൻ മാത്രമേ പറയുള്ളൂ. അങ്ങനെ തന്നെ എന്നോടും പറഞ്ഞു വിട്ടു. പക്ഷേ എൻ്റെ കയ്യിൽ അപ്പോൾ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ഡയറിയൊക്കെ പെട്ടെന്ന് കുറഞ്ഞെങ്കിലും എനിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ട ടൈമായി. May 16 ഒക്കെ ആകുമ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു. എനിക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ
ഞാൻ സിക്ക് ലീവ് വിളിച്ച് പറഞ്ഞു. അപ്പോൾ സിക്ക് ലീവ് ഒരു പ്രാവശ്യം ഞാൻ ഓൾറെഡി സ്റ്റേജ് 0 സ്റ്റേജ് 1 ആയി, ഇപ്പോൾ സ്റ്റേജ് 2 ആണ്. അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ട് കയറിക്കഴിഞ്ഞ് വീണ്ടും വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് 3ലേക്ക് പോകും. സ്റ്റേജ് 4 കഴിഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് ജോലിക്ക് കയറിയില്ല. ഞാൻ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോകുമ്പോൾ ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പത്രം കൊടുക്കുകയും കാരുണ്യപ്രവർത്തനം എല്ലാം ഞാൻ ചെയ്തുകൊണ്ടാണ് പോയത്. ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും കൂടെയുള്ള കൊളീഗ്സിനൊക്കെ കൊടുക്കാൻ വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് വയ്യായ്മയിൽ ഞാൻ എൻ്റെ പത്രമെല്ലാം എൻ്റെ കൊളീഗ്സ് എന്നെ കാണാൻ വീട്ടിൽ വയ്യാതെ ആയതുകൊണ്ട് കാണാൻ വരുന്നവർക്കൊക്കെ കൊടുക്കുമായിരുന്നു. ഇംഗ്ലീഷ് പത്രം എൻ്റെ നൈബറായിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ പ്രാർത്ഥിച്ചും അത് അമ്മയുടെ കൃപാസനം അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ പറ്റിയും ഈശോപ്പയുടെ ദൈവത്തിൻ്റെ മഹത്വത്തെ പറ്റിയും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, എൻ്റെ എക്സാമിൻ്റെ കാര്യമൊന്നും ആകുന്നില്ല, എനിക്ക് എക്സാം എഴുതണം. ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു എനിക്ക് എക്സാം എഴുതണം എത്രയും പെട്ടെന്ന് ജൂണിന് മുമ്പേ. പക്ഷേ എനിക്ക് എക്സാം എഴുതുന്നത് അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രം മതി. അതുകൊണ്ട് തന്നെ അമ്മ എനിക്ക് ഇതൊരു അവസരം തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. അത് ദൈവനാമം മഹത്വപ്പെടുന്നതിനായിട്ടാണെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾക്കും ഞാൻ ദൈവത്തെ ഒരു പ്രാവശ്യം പോലും ഞാൻ പഴിചാരിയിട്ടില്ല. ദൈവം എനിക്ക് തന്ന എല്ലാ അനുഭവങ്ങൾക്കും ഞാൻ ദൈവത്തിനോട് നന്ദി മാത്രം പറഞ്ഞു. അങ്ങനെ ഞാൻ മെയ് ജൂൺ ജൂലൈ എനിക്ക് ലീവൊക്കെ സാങ്ഷനായി വന്നപ്പം ജൂൺ അവസാനമായി. ഞാൻ ജൂൺ അവസാനം നാട്ടിലേക്ക് വരികയാണ്. അതിന് മുമ്പേ ഞാൻ എൻ്റെ മാനേജറിനോട് ചെന്ന് ചോദിക്കുന്നു, എനിക്ക് റിസൈൻ ചെയ്യണം, എനിക്കിനി പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ക്ലൈമറ്റ് എനിക്കാകുന്നില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ സോൾവ് ചെയ്യണം, എന്നെ നാട്ടിലേക്ക് പോകാൻ അനുവദിക്കണം, എന്നെ റിസൈൻ ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. ഞാൻ മാനേജറിനോട് ചെന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കാശ് രൂപമുണ്ട്, എൻ്റെ കൂടെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പം സാധാരണ എൻ്റെ മാനേജർ അങ്ങനെയൊന്നും നല്ലതായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതല്ല. പക്ഷേ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, നീ എന്തിനാണ് റിസൈൻ ചെയ്ത് പോകുന്നത്? നിനക്ക് റിസൈൻ ചെയ്ത് പോകേണ്ട ഒരു കാര്യവുമില്ല, നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. അതുകൊണ്ട് നീ ഇപ്പോൾ തൽക്കാലത്തേക്ക് സിക്ക് ലീവിൽ തന്നെ പോകൂ, പക്ഷേ ശമ്പളമൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ശമ്പളം വേണ്ട. പിന്നെ ഞാൻ ചിന്തിച്ചു, എൻ്റെ ഹസ്ബൻഡ് ഡിപ്പെൻഡൻറ്റ് വിസയിലുള്ളൊരു വ്യക്തിയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയും പോകും. ഗൾഫിലായിരുന്നു 10 വർഷം. എനിക്ക് വേണ്ടി ഞങ്ങളൊരു ഫാമിലി ആയിട്ട് ഒന്നാകാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ ഞാൻ പോയത് കാരണം ഹസ്ബൻഡിൻ്റെ ജോലിയും കൂടെ പോകുന്ന കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ സിക്ക് ലീവിൽ പോകാം, എനിക്ക് വയ്യെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് റെസിഗ്നേഷൻ കൊടുക്കും, എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല, എന്താണെന്ന് വെച്ചാൽ അപ്പം ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ നാട്ടിലേക്ക് വരുന്നു. ജൂൺ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് നാട്ടിൽ വന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുത്തെ ട്രിവാൻഡ്രം ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചപ്പം ഹെർണിയ കൂടുതലാണ്, ഉടനെ തന്നെ സർജറി വേണം എന്ന് പറഞ്ഞായിരുന്നു. വെൻട്രൽ ഹെർണിയ എന്ന് പറഞ്ഞ ഹെർണിയാണ്. അബ്ഡമനൊക്കെ ഇങ്ങനെ നമ്മൾ എഴുന്നേറ്റിരിക്കുമ്പോൾ ഇങ്ങനെ പൗച്ച് ചെയ്ത് മുകളിലോട്ട് വരുമായിരുന്നു. അപ്പോഴും എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല. ദൈവമേ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ കയ്യിൽ എപ്പോഴും ജപമാല കയ്യിൽ കൂടെ ഉണ്ടാകുമായിരുന്നു. ഞാൻ എൻ്റെ മെയ് 2 എടുത്ത എൻ്റെ ആദ്യത്തെ ഉടമ്പടി എൻഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് 2 എൻ്റെ സർജറി പറഞ്ഞേക്കുകയാണ്. ഞാൻ അതിൻ്റെ തലേ ആഴ്ച തന്നെ, അതായത് ഓഗസ്റ്റ് 2 സർജറി ആണെങ്കിൽ പ്രീവിയസ് സൺഡേ വന്ന് ഇവിടുത്തെ ധ്യാനം അറ്റൻഡ് ചെയ്തു. അമ്മയും അപ്പായനെയും കൂട്ടിക്കൊണ്ടാണ് ഞാൻ സർജറിക്ക് പോകുന്നത്. എനിക്ക് ഒരു പേടിയും തോന്നിയില്ല. ഞാൻ കിംസിൽ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റാഫാണ്. ഞാൻ സ്റ്റാഫ് നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു സർജറി ചെയ്യുമ്പോൾ എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടെന്നൊക്കെ നല്ലപോലെ അറിയാമായിരുന്നു. പക്ഷേ എനിക്ക് ഒരു പേടിയും തോന്നിയില്ല. സർജറിക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ തൈലമെല്ലാം കുരിശ് വരച്ചിട്ടാണ് പോകുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഒരു കണ്ടിന്യൂവേഷൻ ഇല്ലാതെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നത്. ഞാനിപ്പോൾ സർജറി കഴിഞ്ഞ് എൻ്റെ ഹെർണിയ റിപ്പയർ 6 മണിക്കൂർ സർജറി ആയിരുന്നു. ICUവിൽ കൊണ്ടുവന്നു. എനിക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ വേദന കുറയ്ക്കാൻ വേണ്ടി എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇഞ്ചക്ഷൻ ബാക്കിലേക്ക് ഇടുമായിരുന്നു. ആ ഇഞ്ചക്ഷൻ പോയി കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കാൽ അനങ്ങുന്നില്ല. എനിക്കറിയാം, ഞാൻ എൻ്റെ ICUവിൽ കൈകാര്യം ചെയ്യുന്നതായതുകൊണ്ട് എപ്പിഡ്യൂറൽ എൻ്റെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഞാൻ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോടൊക്കെ പറയുന്നുണ്ട്, എനിക്ക് അതിശക്തമായ വേദനയുണ്ട്, എൻ്റെ ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ട്, എനിക്ക് ഓക്സിജൻ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു, ദൈവമേ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ, കർത്താവേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇത് 2 വാക്ക് പറയാനുള്ള ഇത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഡോക്ടർ വന്ന് വേദന കൂടുതലാണെന്ന് കണ്ടു. ഡോക്ടർ പൊക്കോണ്ടിരുന്ന ഇഞ്ചക്ഷൻ കുറച്ചുകൂടെ കൂട്ടി വെച്ചു. അപ്പോൾ എനിക്ക് വീണ്ടും ഞാൻ അവിടെ കൈവച്ച് നോക്കുമ്പോൾ റൈറ്റ് ലെഗ് കാലിൽ സെൻസേഷൻ ഒന്നുമില്ല, കാൽ അനങ്ങുന്നില്ല. ഞാൻ ഇങ്ങനെ വയ്ക്കുമ്പോൾ തളർന്ന് വീഴുകയാണ് ചെയ്യുന്നത്. ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞു, രാവിലെ സ്റ്റാഫ് ചേഞ്ച് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും എൻ്റെ കാൽ അനങ്ങുന്നില്ല.
അപ്പോൾ അവർ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു, അവർക്കറിയാം ഞാൻ സ്റ്റാഫ് നേഴ്സാണ്, അവിടെ വർക്ക് ചെയ്ത ആളാണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് അതിനുള്ള ഇതൊന്ന് ഡോക്ടർ വന്നു, ഇഞ്ചക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ അമ്മയോട് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, അമ്മേ ഞാൻ ഉടമ്പടി അവിടെ വന്ന് പുതുക്കിക്കോളാം, എന്നെ ദൈവനാമം മഹത്വപ്പെടുത്താനായിട്ടും സാക്ഷ്യം പറയാനായിട്ടും എനിക്കൊരു കൃപ തരണമേ. ഞാൻ ഇത് സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞ് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ കാലനങ്ങി, ഞാൻ നടന്നു, ഇറക്കിയിരുത്തി എന്നെ നടത്തി, ഡ്രെയിൻ എല്ലാം വെച്ച് അവർ നടത്തി. അന്ന് തന്നെ വൈകിട്ട് ഷിഫ്റ്റ് ചെയ്തു, 2-ൻ്റെ അന്ന് എന്നെ വീട്ടിലെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വാർഡിൽ ചെന്നപ്പോഴും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വയറ്റിൽ നിന്ന് പോകാതെ ഗ്യാസ്, അബ്ഡമിനൽ സർജറിയാണ്, ഗ്യാസൊക്കെ കെട്ടിക്കിടന്ന് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഞാൻ സർജറിക്ക് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ പരിശുദ്ധമായ കിണറിലെ ജലം ഞാൻ കൊണ്ടുപോയിരുന്നു, ഉപ്പ് കൊണ്ടുപോയിരുന്നു, കാശുരൂപം ഒക്കെ കൊണ്ടുപോയിരുന്നു. എല്ലാം എനിക്ക് ബോഡിയിലെത്തിയപ്പോഴാണ് എൻ്റെ കൈകളിലേക്ക് കിട്ടുന്നത്. എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയ്ക്ക് കൈക്കൊരു സ്വാധീന കുറവുള്ളതാണ്, അമ്മയാണ് എൻ്റെ കൂടെ നിന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു കസിൻ ചേച്ചി വന്നപ്പോഴത്തേക്കും എനിക്കിതെല്ലാം കൊണ്ടു തന്നു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഡോക്ടേഴ്സ് എനിമ വരെ ലാസ്റ്റ് വെച്ചു, എൻ്റെ വയറ്റിൽ നിന്ന് പോകുന്നില്ല. ഞാൻ വേദന കൊണ്ടും ഗ്യാസ് എല്ലാം കൂടെ അടിയിൽ കയറി പിടിച്ചിട്ട് എനിക്ക് വേദന കാരണം സഹിക്കാൻ വയ്യായിരുന്നു. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നിനക്ക് തരാവുന്ന മാക്സിമം പെയിൻ കില്ലർ ഞങ്ങൾ തന്നു കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് എൻ്റെ ദൈവത്തിൽ സമർപ്പിച്ചാൽ മതി, എനിക്ക് എൻ്റെ സഹനങ്ങളും ഞാൻ ദൈവത്തിന് ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ അത് കഴിഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പരിശുദ്ധ ജലവും ഉപ്പും തൈലം എല്ലാം ഉപയോഗിച്ച് ഉടനെ തന്നെ എൻ്റെ വയറ്റിൽ നിന്ന് കുറേ ഗ്യാസ് അങ്ങ് പോയി. എനിക്ക് നല്ല റിലീഫായി. ഞാൻ പിന്നെ എൻ്റെ എല്ലാ പഴയതെല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് വിത്തിൻ ഒരു 2-3 ഡേയ്സിനുള്ളിൽ എന്നെ ഡിസ്ചാർജ് ആക്കി വിടുകയും ചെയ്തു. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് അറിയാനുള്ള സർജറി കഴിഞ്ഞു, പെയിൻ ഉണ്ട്, 2 കുഞ്ഞു മക്കളുണ്ട്, ഹസ്ബൻഡ് UK-യിലാണ്. അപ്പം ഞാൻ ഈ എക്സാമിൻ്റെ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരികയാണ്. എനിക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്നൊന്നും അറിയില്ല ഞാൻ, പക്ഷേ എന്നാലും അറ്റൻഡ് ചെയ്തു. അമേരിക്കയിൽ നിന്ന് കോൾ വരികയാണ്, നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും $1 അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ പറയുകയാണ്, ഡേറ്റ് എടുക്കാം, ഓക്കെയാണോ, ഡേറ്റ് എടുക്കാൻ ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ പറഞ്ഞു ഓക്കെയാണ്, നീ എടുത്തോ, 28-ാം തീയതിക്ക് മുമ്പ് നീ എടുക്ക്, എന്നിട്ട് നീ 28-ാം തീയതി ജപമാല റാലിക്ക് വാ എന്ന് പറഞ്ഞു. ഞാൻ അമ്മ പറഞ്ഞത് പ്രകാരം അമ്മയോട് ചോദിച്ചിട്ട്, ഈശോപ്പയോട് ചോദിച്ചിട്ട് ഞാൻ ഡേറ്റ് എടുത്തു. ഒക്ടോബർ 25, 2023 ഡേറ്റ് എടുത്തു. 28-ാം തീയതി ജപമാല റാലി, അതും അറ്റൻഡ് ചെയ്യാമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഡിസ്ചാർജായി ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. എനിക്ക് പഠിക്കാനൊന്നും ഒരു അവസരവും ഇല്ല. കാരണം ഞാൻ ബിലീവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വച്ചിട്ടുള്ള 2ാമത് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു നിയോഗമായി വച്ചിട്ടുള്ളത് എന്നെ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഉപവാസം അതുപോലുള്ള കാര്യങ്ങൾ, ബൈബിൾ വായന, ഇതെല്ലാം ഞാൻ നന്നായി തന്നെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ടുള്ള സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ എനിക്ക് വേണ്ടി, കാരണം രാവിലെ കുഞ്ഞുമക്കളെ വിട്ട് കഴിഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം എന്നെ നോക്കണം, സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞാലും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. അങ്ങനെ എനിക്കൊരു സമയവും കിട്ടിയില്ല. എന്താണ് ആ ടെക്സ്റ്റ് പരീക്ഷയ്ക്കകത്ത് വരണേന്ന് എനിക്ക് അറിയില്ല. ആക്ച്വലി യുവോൾഡ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ട്, അത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് എനിക്ക് കൂടിപ്പോയ ഒരു 10-20 ക്വസ്റ്റ്യൻ അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. നഴ്സിംഗ് പഠിച്ചവർക്കറിയാം, ഈ NCLEX RN USA എക്സാം മോസ്റ്റ് ടഫസ്റ്റ് ആയിട്ടുള്ള നഴ്സിംഗ് എക്സാമാണ്. അങ്ങനെയൊന്നും എഴുതിയാലൊന്നും ആർക്കും കിട്ടത്തില്ല. 1 വർഷമൊക്കെ ഇരുന്നാണ് എല്ലാവരും പഠിച്ചിട്ട് എഴുതുന്നത്. ഒരു വാക്ക് പോലും പഠിക്കാതെയാണ് ഞാൻ എക്സാം എഴുതിയത്. ഞാൻ എക്സാമിൻ്റെ തലയാഴ്ച, അതായത് 25-ാം തീയതി എക്സാം ആണെങ്കിൽ 22-ാം തീയതി ഞാനിവിടെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്നു. ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ പ്രാവശ്യം അച്ഛൻ ഓരോരുത്തരുടെയും രോഗത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ഞാനും വിചാരിക്കും, ദൈവം എന്നെ എന്തെങ്കിലും ഒരു പ്രാവശ്യം പറയുമോ, എൻ്റെ കാര്യം ഇന്ന് എക്സാമിനെ ഒന്ന് പറ്റി പറയുമോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ എന്നെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പം ഞാൻ എന്നിട്ട് എനിക്ക് വിഷമമൊന്നുമില്ല, ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഉടമ്പടിയുടെ ലാസ്റ്റ് ആയപ്പോൾ അച്ഛൻ പറയുകയാണ്, ഒരു കൊച്ച് ഇവിടെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിപ്പുണ്ട്, ആ കൊച്ചിൻ്റെ കാര്യം കർത്താവിനോട് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് എന്നെക്കുറിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പൂർണ്ണമായി എന്നെപ്പറ്റി തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ 23-ാം തീയതി, ഒക്ടോബർ 23-ാം തീയതി ഞാൻ ട്രെയിൻ കയറുകയാണ്. എൻ്റെ അച്ഛനും എൻ്റെ കസിനുമാണ് വരുന്നത്. 2 പേരും കൂടെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ്. അമ്മേ, ഞാൻ ഇവിടുന്ന് പത്രമൊക്കെ മേടിച്ചിരുന്നു, കന്നഡ പത്രമൊക്കെ മേടിച്ചിരുന്നു, ഇംഗ്ലീഷ് പത്രമൊക്കെ മേടിച്ചിരുന്നു. അമ്മേ, എനിക്ക് ലാൽബാഗ് അറിയില്ല, എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ സെർച്ച് ചെയ്തിട്ടൊന്നുമില്ല. അവിടെ ചെന്ന് ഞാൻ നോക്കും, എനിക്ക് ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നത്, ഞാൻ എവിടെയായിരുന്നാലും എൻ്റെ ഹോട്ടലിൻ്റെ അടുത്ത് എനിക്ക് പരിശുദ്ധ അമ്മയും കൂടെ ഉള്ള ഒരു പള്ളി എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് തരണമേ എന്ന് പ്രാർത്ഥിച്ചു.
അമ്മ എൻ്റെ വിളി കേട്ടു. ഞാൻ എല്ലാം പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോഴത്തേക്കും ബാംഗ്ലൂരിൽ എത്തുന്നു. ഞങ്ങൾ ടെസ്റ്റ് സെൻ്ററൊക്കെ പോയി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ എടുക്കുകയാണ്. ഞാൻ ഹോട്ടലിൻ്റെ അടുത്ത് ഒന്നും കാണുന്നൊന്നുമില്ല. ഞാൻ ഹോട്ടലിലേക്ക് പോയപ്പോൾ അയാൾ ഹോട്ടലിലെ ആളാണെങ്കിൽ നല്ല റേറ്റ് കൂട്ടിയൊക്കെ പറഞ്ഞു. ഞാൻ അമ്മയെ പറഞ്ഞു എനിക്ക് അത്രയും ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഇതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ തിരിച്ചിങ്ങോട്ട് വന്ന് പറഞ്ഞു നിങ്ങൾ എത്ര രൂപയ്ക്ക് തന്നാൽ മതി, നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മ എന്നെ അവിടെയും അനുഗ്രഹിച്ചു. അമ്മ ഈശോപ്പെ എന്നെ അവിടെ അനുഗ്രഹിച്ചു. ഞാൻ അങ്ങനെ ഹോട്ടലിലേക്ക് പോവാണ്. ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഞാൻ എന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ് ഏത് പള്ളിയാണ് ഇതിൻ്റെ അടുത്തുള്ളത്. ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ഹോട്ടലാണെങ്കിൽ റോഡ് ഇവിടെയാണ്, അപ്പുറത്ത് സെൻറ്റ് തെരേസാസ് ചർച്ച്. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ ഫോട്ടോ എടുത്തു, മാപ്പ് എടുത്തു, എല്ലാം എടുത്ത് നോക്കി എന്തൊക്കെയാണ് അമ്മയുടെ ഇത്. അപ്പോൾ വേളാങ്കണ്ണി മാതാവിൻ്റെ ആ ഒരു ഇതാണ് അവിടെ വെച്ചിട്ടുള്ളത്. അതുപോലത്തെ ഇതാണ്. അമ്മ സാരിയൊക്കെ കൊടുത്ത് നല്ലൊരു ഇതാണ് വെച്ചിട്ട്. അമ്മയും തിരുകുമാരനും ഉണ്ണീശോയാണ് അവിടെ ഉള്ളത്. ഞാൻ അവിടെ വൈകുന്നേരം ആവും, അവിടുത്തെ ആൾക്കാർ വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ പള്ളിയിലെത്തി. ഞാൻ അവിടെ നിന്ന് ജപമാല എത്തിച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവിടുത്തെ പള്ളിയിൽ ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പോഴേക്കും ഞാൻ അവർക്ക് പ്രാർത്ഥിച്ചിട്ട്, അവർക്കാണെങ്കിൽ കന്നഡ മാത്രമേ അറിയുള്ളൂ, ഇംഗ്ലീഷ് പോലും അറിയാത്ത പല ആൾക്കാരും ഉണ്ട്. ഞാൻ എന്നാലും ആക്ഷനൊക്കെ കാണിച്ച് ഇത് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് പത്രമൊക്കെ കൊടുത്തു. അവരുടെ കൂടെ ഇരുന്ന് കന്നഡ ജപമാല ഞാൻ ദിവ്യരഹസ്യം, ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യം ഞാൻ ദിവ്യരഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ചൊവ്വാഴ്ചയായിരുന്നു, ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യമായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കന്നഡയിലുള്ളതും കൂടാൻ പറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചു. അവർക്ക് അമ്മയെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ഞാൻ എക്സാം അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് എൻ്റെ എക്സാം. ഞാൻ രാവിലെ എക്സാമിന് പോകണം. അന്നപ്പം ബുധനാഴ്ചയാണ്. അപ്പോൾ എനിക്ക് ഉപവാസമുണ്ട്. ഞാൻ അപ്പം വിചാരിക്കണം എൻ്റെ വയറിന് ഇത്രയൊക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് രാവിലെ ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ അമ്മ അതിനും എനിക്കൊരു ഇത് തന്നു. കാരണം രാവിലെ ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്കാണ് എക്സാം. രാവിലെ ഞാൻ കഴിക്കാതെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 7 മണി കഴിഞ്ഞിട്ടേ കഴിക്കാൻ കഴിയുള്ളൂ. അപ്പം ഞാൻ നല്ല ടയേർഡായി പോകുമായിരുന്നു. അതുകൊണ്ട് അമ്മ തന്നെ എനിക്ക് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു തന്നു. അത് മലയാളികളുടെ ഹോട്ടലായിരുന്നു. എനിക്ക് ആഹാരം കഴിച്ചു. ഞാൻ അത് കഴിഞ്ഞിട്ട് എക്സാമിന് പോവുകയാണ്. എക്സാമിന് 1 മണിക്കാണ് എൻ്റെ ട്രെയിൻ ബാക്കിലേക്ക് തിരിച്ചുള്ള ട്രെയിൻ ബുക്ക് ചെയ്തേക്കുന്നത്. 8:10 ട്രെയിൻ എടുക്കും. അപ്പോൾ എങ്ങനെ പോയാലും നിങ്ങൾക്കറിയാം ബാംഗ്ലൂർ ഒരു ഭയങ്കര ട്രാഫിക്കുള്ള സിറ്റിയാണ്. നമ്മൾ എത്താനായിട്ട് വഴുകും. 5 മണിക്കൂർ എക്സാം. 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ തീരത്തില്ല. 150 ക്വസ്റ്റ്യനാണ് NCLEX RN ക്വസ്റ്റ്യൻ വരുന്നത്. കമ്പ്യൂട്ടറാണ് ഡിസൈഡ് ചെയ്യുന്ന ഒരാൾ ജയിക്കണോ തോക്കണോ എന്നുള്ളത്. നമ്മൾ 150 അറ്റൻഡ് ചെയ്താലും നമ്മൾ ജയിക്കുമോ തോക്കുമോ എന്ന് അറിയത്തില്ല. നമ്മൾ 70 അറ്റൻഡ് ചെയ്താലും നമ്മൾ ജയിക്കുമോ തോക്കുമോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഞാനങ്ങനെ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ എക്സാമിന് പോണേൻ്റെ അന്ന് രാവിലെ ആ സെയിം പള്ളിയിൽ തന്നെ പോയി 7 മെഴുകുതിരി കത്തിച്ച് വെച്ച്. December 7th അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്. അപ്പം ഞാൻ 7 മെഴുകുതിരി കത്തിച്ച് വെച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി. ഞാൻ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ മാലയിലുണ്ട്, ജപമാല എൻ്റെ കയ്യിലുണ്ട്, ഈശോയുടെ ഒരു കുരിശ് രൂപം എൻ്റെ കയ്യിലുണ്ട്. അത് ബ്ലസ് ചെയ്ത് തന്നതാണ് എൻ്റെ സിസ്റ്റേഴ്സ്. അതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പഠിച്ചില്ല എന്ന് പോലും എനിക്കൊരു ഇത് തോന്നിയില്ല. എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഈ എക്സാം ഫീസൊക്കെ ഭയങ്കര ഫീസാണ്. 2.5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പ്രോസസ്സിങ്. എനിക്കിനി എഴുതാനായിട്ടുള്ള ഇത് വരത്തലേന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ അതിനുള്ള യോഗ്യതയില്ല. ഐ ഹാവ് നോ മെറിറ്റ്, ഐ ഹാവ് നോ കോൺഫിഡൻസ്, ഐ ഹാവ് നോ സ്കിൽ. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചു. ഞാൻ പിയേഴ്സൺ വ്യൂ ടെസ്റ്റ് സെൻറ്ററിലെത്തി. ഞാൻ അച്ഛനും കസിനും പുറത്ത് നിൽക്കുകയാണ്. അപ്പം ഞാൻ എക്സാമിന് കയറി. 10:30 ആയപ്പോൾ എത്തി. ഞാൻ നേരത്തെ എത്തി. അപ്പം 1 മണിക്കാണ് എക്സാം. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ എന്നെ 5 മണിക്കൂറിലേക്ക് എക്സാം എഴുതാനായിട്ട് വിടരുത്. അതിന് മുമ്പേ തന്നെ എൻ്റെ എക്സാം തീർക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കയറിയാണ്. പക്ഷേ ഞാൻ അവിടെ ചെന്നു. ഞാൻ അവിടെ ഇരുന്ന ഒരു സെക്യൂരിറ്റിയോട് ചോദിച്ചു, എൻ്റെ കയ്യിൽ ജപമാലയുണ്ട്, എൻ്റെ കയ്യിൽ ഈശോയുടെ കുരിശൂപമുണ്ട്, ഞാൻ ഇതെല്ലാം അകത്ത് കയറ്റിക്കോട്ടെ. കാരണം ഭയങ്കര സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെയുള്ള എക്സാമാണ്. നമുക്ക് എല്ലാം ഒന്നും കയറ്റി കൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല. കാശ് രൂപ മാലയിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഇതൊന്നും കയറ്റാനായിട്ട് അവർ അനുവദിക്കില്ല. പക്ഷേ അവിടെ അമ്മ ഇടപെട്ടു. എനിക്കിത് കയറ്റാൻ പറ്റി. ഈശോയുടെ കുരിശൂപവും കയറ്റാൻ പറ്റി. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവമേ എനിക്ക് ഒന്ന് നേരത്തെ എക്സാം എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ. കാരണം ഒന്നും അറിയത്തില്ല. എനിക്ക് എൻ്റെ അമ്മയും അപ്പായും മാത്രമേ പാസ്സാക്കുള്ളൂ എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. അതിനുള്ള ഒത്തിരി ഇതും എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ടും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ എക്സാം അകത്തേക്ക് കയറണം. അപ്പം പറഞ്ഞു, അവിടെ അകത്തുനിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എക്സാം എഴുതാം, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഫ്രീ ആയിട്ടുണ്ട്, നിങ്ങൾ കയറി വരിക, നിങ്ങൾ ചെക്കിംഗ് ഒക്കെ ചെയ്യണം. ഞാൻ കയറി ചെന്നു. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. എന്നെ അകത്തേക്ക് കയറാൻ പറഞ്ഞു. ഞാൻ അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ എല്ലാവരും ഞാൻ മുമ്പ് സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട് December 7 അപ്പോൾ 7 നമ്പർ കമ്പ്യൂട്ടർ കിട്ടിയ ഭയങ്കര ലക്കാണ് എന്ന് വിചാരിച്ചു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്ക്
7 നമ്പർ കമ്പ്യൂട്ടർ തരുമോ? അപ്പം ഞാൻ പുറത്തുനിന്ന് എന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുകയാണ് ഇങ്ങനെ കമ്പ്യൂട്ടർ സെൻറ്ററിലൊക്കെ പോലെയാണ് ഒരു ക്യാബിനുണ്ട്, ക്യാബിൻ റൂം, അത് റൂം നമ്പർ 1. അപ്പം ഞാൻ കാണുകയാണ് 7 empty ആണ്, എന്നെ അവിടെ ഇരുത്തും അമ്മ എന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ അവിടെ ഇരുത്തിയില്ല. അയാൾ എന്നെ കൊണ്ടുപോയി ക്യാബിനകത്ത് ഇരുത്തി, 1 ഇരുത്തി. പക്ഷേ എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല. ഞാൻ അപ്പം വിചാരിച്ച ഒരു കാര്യമാണ്, ഈ ഇരിക്കുന്ന മനുഷ്യരെ, ഈ ഇരിക്കുന്ന എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാവരേക്കാളും മുമ്പിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഒന്നാമതായി തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് വിചാരിച്ചു. എക്സാം സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ഓർക്കണം, എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അതായത് ഈ എക്സാമിന് എന്തൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് വരും. നഴ്സിംഗിൽ പല പല വിഭാഗങ്ങളുണ്ട്, സൈക്യാട്രി, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, അങ്ങനെ ഒത്തിരി, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച്, ഒത്തിരി കാര്യങ്ങളുണ്ട്. 2011 പാസ് ഔട്ട് ആയതാണ് ഞാൻ. എനിക്കപ്പം ഞാൻ അന്ന് മുതൽ ഞാൻ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റാണ്. അപ്പം അഡൾട്ട് നഴ്സിംഗ് ആണ് എനിക്ക് കൂടുതലും എനിക്ക് വശമുള്ളത്. എനിക്ക് അതുപോലും ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലാത്തൊരു ഭയങ്കര ടഫായിട്ട് ഏപ്രിലിൽ എക്സാം പാറ്റേൺ തന്നെ മാറ്റി. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. അപ്പം ഞാൻ എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 തൊട്ട് തുടങ്ങുകയാണ്. സൈക്യാട്രിയിലെ ക്വസ്റ്റ്യൻ വന്നു. ഓരോരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും സൈക്യാട്രിയിലെ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചോദിച്ചുകൊണ്ട്, അപ്പോൾ എനിക്ക് തോന്നുന്നു സൈക്യാട്രിയിലെ ക്വസ്റ്റ്യൻ മൊത്തം ഞാൻ തെറ്റാണ് മാർക്ക് ചെയ്തത്. പക്ഷേ എന്നോട് മനസ്സിലിരുന്ന് ഞാൻ ആരോ പറയുന്നുണ്ട്, നീ ഈ മാർക്ക് ചെയ്തതല്ല ശരി, നീ ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്യുക. അങ്ങനെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തു. ഓരോ ക്വസ്റ്റ്യനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ ഈശോയുടെ കരങ്ങളിലേക്ക്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ക്വസ്റ്റ്യനും ആൻസറും സമർപ്പിച്ചു. ഇത് നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യണം, കമ്പ്യൂട്ടർ അല്ല കറക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു. എൻ്റെ കയ്യിൽ കാശ് രൂപമുണ്ട്, അതുപോലെ തന്നെ ജപമാലയുണ്ട്, കുരിശ് രൂപമുണ്ട്. ഞാൻ ഓരോ ക്വസ്റ്റ്യനും വിശ്വാസ പ്രമാണം മൊത്തം ചൊല്ലി തീർക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വചനം പറഞ്ഞു. എൻ്റെ ഈശോ കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഓരോ ക്വസ്റ്റ്യനും സമർപ്പിച്ചു. പിന്നെയും ഞാൻ വചനം പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് എൻ്റെ മധ്യയുണ്ട്, സെഫാനിയ 3:17. ഞാൻ ഇതെല്ലാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ഓരോ ക്വസ്റ്റ്യനും സമർപ്പിച്ചു. സാധാരണ ഒരു 70-80 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോഴത്തെ പുതിയ പാറ്റേൺ അനുസരിച്ച്. എനിക്കതും അറിയില്ല. 80 ക്വസ്റ്റ്യൻസ് ആണ് കഴിയുമ്പോൾ കമ്പ്യൂട്ടർ ഓഫായി കഴിഞ്ഞു എന്നുള്ളതാണെന്നൊക്കെയാണ് അറിയുന്നത്. എൻ്റെ 80 കഴിഞ്ഞ് 81 ക്വസ്റ്റ്യൻ വന്നു, 82, 83, 84. ഇടയ്ക്ക് ബ്രേക്ക് ചോദിച്ചു, ഞാൻ കട്ട് ചെയ്തു. കാരണം നേരത്തെ പോകണമെന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ ബ്രേക്കെല്ലാം കട്ട് ചെയ്തു. അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ക്ഷീണം തോന്നുന്നു, എനിക്ക് 90 ക്വസ്റ്റ്യൻ 90 ക്വസ്റ്റ്യനിൽ കൂടുതൽ എനിക്ക് തരല്ലേ അമ്മേ. 85ാമത്തെ ക്വസ്റ്റ്യനിലാണ് ഞാനത് പറയുന്നത്. 85ാമത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു, എനിക്കറിയാം എൻ്റെ അമ്മ എൻ്റെ ഇടതുവശത്ത് എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്, എൻ്റെ അപ്പ എൻ്റെ ഈശോപ്പയുടെ വലത് കരം എൻ്റെ കൈകൾ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം അമ്മ എവിടെയുണ്ട്, എനിക്കറിയാം അപ്പ എവിടെയുണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻ എന്നെ 85 കൂടുതൽ എന്നെ എഴുതാൻ അനുവദിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 85 കഴിഞ്ഞ് ഞാൻ 90-നകത്തെങ്കിലും നിൽക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും എൻ്റെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി. അയ്യോ, അപ്പോൾ എനിക്ക് പേടിയായി. അയ്യോ, എന്ത് ചെയ്യും, എനിക്കറിയത്തില്ല കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്താൽ എന്താണ് പ്രോസസ്സെന്ന് കൂടി എനിക്കറിയത്തില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ് സ്ക്രീനിൽ എഴുതി കാണിക്കുകയാണ്, യുവർ എക്സാം എൻക്ലക്സാറൻ ഈസ് കംപ്ലീറ്റഡ്. അപ്പോഴേ എനിക്കറിയാമായിരുന്നു ഞാൻ പാസ്സായി. അമ്മ എന്നെ പാസ്സാക്കി. കാരണം അമ്മ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ 90-നകത്ത് നിൽക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു നാക്കെടുത്തോടനെ എൻ്റെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആവുകയാണ്. അപ്പം ഞാൻ എന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ അച്ഛനും അമ്മ കസിനെയൊക്കെ വിളിച്ചു, അച്ഛൻ ഞാൻ പാസ്സായി. അതെങ്ങനെ നീ പാസ്സായി? അല്ല, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ അപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ പാസ്സായി. എനിക്കറിയാം ഞാൻ പാസ്സായി. അത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ 1% പോലും മെറിറ്റില്ല, 0-ലും താഴെ മെറിറ്റിലാണ് ഞാൻ. ഒരു മെറിറ്റും ഇല്ല, എനിക്ക് കോൺഫിഡൻസും ഇല്ല. പക്ഷേ ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവത്തിൻ്റെ നാമം ഞാൻ മഹത്വപ്പെടുത്തുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. ജപമാല റാലിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് കാര്യം പറഞ്ഞോട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോഴേക്കും ഞാൻ എക്സാം എഴുതാൻ പോണതിൻ്റെ അന്ന് എൻ്റെ മാനേജറിൻ്റെ മെയിൽ വരികയാണ്, നിനക്കിങ്ങനെ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട് ഈ മാസം അവസാനം. ഹെർണിയ റിപ്പയർ മേജർ സർജറി കഴിഞ്ഞാൽ ഞാനാണ്. അതുകൊണ്ട് എനിക്ക് ആരോഗ്യം പൂർണ്ണമായി റീക്കവർ ആയില്ല, ഹെവി ഡ്യൂട്ടിയാണ് ICUവിൽ. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ വരണ്ട തിരിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വന്നില്ലെങ്കിൽ അനുപേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയും പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അനുപേട്ടൻ പറഞ്ഞു, സാരമില്ല. അപ്പം ഞാനും പറഞ്ഞു, സാരമില്ല, നമ്മൾ ഉടമ്പടി എടുത്തിട്ടില്ലേ, നമ്മൾ പിന്നെ ആരെ പേടിക്കണം, ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക ദൈവം നമുക്ക് തരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ഞാൻ റെസിഗ്നേഷൻ കൊടുക്കുകയാണ്. പോണതിന് മുമ്പേ അവർ അക്സെപ്റ്റ് ചെയ്തു. റെസിഗ്നേഷൻ കൊടുക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. അമ്മയുടെ മാധ്യസ്ഥയിൽ ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. കാരണം റെസിഗ്നേഷൻ കൊടുക്കുമ്പോൾ എനിക്കറിയില്ല, എനിക്ക് ഒക്ടോബർ 23 വരെയുള്ള എക്സ്പീരിയൻസ് ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അയച്ചു തരുമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു, അവർ തിരിച്ചെതിർപ്പൊന്നും പറയാതെ അക്സെപ്റ്റ് ചെയ്യണേന്ന്.
എൻ്റെ അവസ്ഥ അവർ മനസ്സിലാക്കി, അവർ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പം ഞാൻ തിരിച്ച് നാട്ടിലെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്, അമ്മേ എൻ്റെ ഹസ്ബൻഡിന് എനിക്ക് ഒരു 6 മാസത്തോളമായി ഞങ്ങളിങ്ങനെ ചോദിക്കുന്നു. എൻ്റെ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെ ഹസ്ബൻഡിൻ്റെ വർക്ക് വിസ ആക്കാൻ പറ്റുമെന്ന് അവർ തരില്ല എന്ന് എന്നെ മാനേജേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞാനിവിടെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് വർക്ക് വിസ കൊടുക്കണേ എന്ന്. ഹസ്ബൻഡും പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ ഹിന്ദുസാണ്, പക്ഷേ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ജപമാലയുണ്ട്. ഹസ്ബൻഡ് ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഹസ്ബൻഡും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് ഞാൻ 28-ാം തീയതി ജപമാല റാലിക്ക് വരുന്നതിന് മുമ്പേ എൻ്റെ ഹസ്ബൻഡിൻ്റെ COS വരണമെന്ന് പ്രാർത്ഥിച്ചു. അതിന് 2 ദിവസം മുമ്പേ ഹസ്ബൻഡ് എന്നോട് പറയുകയാണ്, മാനേജർ പറഞ്ഞു HR ചോദിക്കാൻ. ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ പറഞ്ഞതാണ്, മാനേജർ അല്ല. HR ചോദിക്കുമെന്ന് പറഞ്ഞു. HR ചോദിച്ചപ്പോൾ അവർ ഓക്കെയാണ് വിസ തരാൻ. അപ്പോൾ ഓക്കെ ശരി. അപ്പോൾ COS വിത്തിൻ 2 days എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് COS വന്നു. ഞാൻ ജപമാല റാലിക്ക് പോകാൻ വൈകുന്നേരം ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് COS എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സെൻഡ് ചെയ്ത് തരികയാണ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി അതിന്. ഞാൻ എന്നിട്ട് COS കണ്ടു, സന്തോഷത്തിലാണ് ഇറങ്ങുന്നത്. ഞാൻ ജപമാല റാലിക്ക് പോയി വന്നു. ഞാൻ പറഞ്ഞു ഞാൻ സർജറി കഴിഞ്ഞാണ് ഇവിടെ വരുന്നത്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഉള്ള ഒരു ചെറിയ അനുഭവം പറയട്ടെ. ഞാൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കും ഓട്ടോയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിനെല്ലാം ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. എൻ്റെ ഹസ്ബൻഡ് 2ാമത്തെ ഒരു നിയോഗം, ഹസ്ബൻഡിൻ്റെ IELTS ആണ് ഞാൻ വെച്ചിരുന്നത്. ഹസ്ബൻഡിന് IELTS എഴുതാതെ തന്നെ COSും വിസയും എല്ലാം കിട്ടി. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ ചെയ്ത പ്രാർത്ഥനയും കാരുണ്യ പ്രവൃത്തികളും പറയാം. ഞാൻ എല്ലാ ദിവസവും 2:30-3 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേക്കും. ഞാൻ മോർണിംഗ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. ബൈബിൾ 1 മണിക്കൂർ വായിക്കുമായിരുന്നു. ബൈബിൾ 1 മണിക്കൂർ വായിക്കുമായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ സാക്ഷ്യം കേൾക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിള്ളേരുടെ കാര്യമെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. മെഡിക്കൽ കോളേജിൽ ചെന്ന് പത്രമൊക്കെ കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ പത്രം കൊടുക്കുമ്പോൾ എനിക്ക് നല്ലതുപോലെ എനിക്ക് നെഗറ്റീവായിട്ടുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, അടിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് പത്രം കൊടുക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാവരിലും ദൈവത്തെ കണ്ടു കൊടുക്കാനാണ് എനിക്ക് കഴിഞ്ഞത്. അതുകൊണ്ടെല്ലാം കാരുണ്യ പ്രവൃത്തികൾ, ചോറ് മേടിച്ച് കൊടുക്കുക. എൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് പോകാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോറ് മേടിച്ച് കൊടുക്കുമായിരുന്നു. മാത്രമല്ല അവിടെ ഇരിക്കുന്നവരോട് എന്താ വേണ്ടിയെന്ന്, ചോറല്ലാതെ വേറെ എന്താ വേണ്ടിയെന്നൊക്കെ മേടിച്ച് ഞാൻ എല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പത്രം കൊടുക്കുമ്പോഴും വചനം എഴുതി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. 10-11 കെട്ട് മലയാളം പത്രമൊക്കെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് ഇംഗ്ലീഷും തമിഴും എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പം കൊടുക്കാൻ പോകുമ്പം മലയാളം അറിഞ്ഞൂടാത്ത ആൾക്കാർ തമിഴ് മാത്രം അറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ കൊടുക്കുമായിരുന്നു. പിന്നെ ഉപവാസം എടുക്കുമായിരുന്നു. വെനസ്ഡേ സാറ്റർഡേ ഉപവാസം എടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ക്ലോത്ത് ഡൊണേറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ അല്ലാതെ ക്യാഷായിട്ടും സഹായങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ മുമ്പിൽ ആര് വിഷമമായിട്ട് വന്നാലും ദൈവത്തെ മുൻനിർത്തി ദൈവത്തെ കണ്ടുകൊണ്ട് സഹായം ചെയ്യുവാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. എനിക്ക് കുറച്ച് ദേഷ്യത്തിൻ്റെ കാര്യം, കുറച്ചൊരു ദേഷ്യം, കുഞ്ഞ് ദേഷ്യമുണ്ട്. അത് പിള്ളേർ ഭയങ്കരമായിട്ട് ഇതാവുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ദേഷ്യമൊന്നും എനിക്ക് വരാറേ ഇല്ല. എല്ലാവരോടും സ്നേഹത്തിൽ മാത്രമേ പെരുമാറുള്ളൂ. ജപമാല പ്രാർത്ഥിക്കും, വൈകുന്നേരം ആകുമ്പോൾ ജപമാല എത്തിക്കും. എല്ലാ ദിവസവും അവൻ്റെ ഡേയുടെ അനുസരിച്ച് ഉള്ള ദിവ്യരഹസ്യം ഞാൻ ചൊല്ലിയാണ് എല്ലാവർക്കും വേണ്ടി, ഇവിടുത്തെ അച്ഛനും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച്, ലോകസമാധാനത്തിനും എല്ലാം വേണ്ടി പ്രാർത്ഥിച്ചാണ് ഞാൻ ജപമാല എത്തിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇത്രയും എൻ്റെ 3 നിയോഗങ്ങളാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ 3ാമത്തെ നിയോഗം IELTS പാസ്സാവുക എന്നായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് IELTS ഇല്ലാതെ തന്നെ അമ്മ വിസ അടിച്ചു കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് IELTS ഇനി ആവശ്യമില്ല. അതും അമ്മയുടെ ഇടപെടൽ. പെർമനൻറ്റ് വിസ, COS വിസയും BRP കാർഡ് ഇന്നലെ എൻ്റെ ഹസ്ബൻഡിനെ റിസീവ് ചെയ്തു. എൻ്റെ അമ്മ, എൻ്റെ പരിശുദ്ധ അമ്മ കൃപാസനം പ്രസാദപര മാതാവ് ഈശോയുടെ കരങ്ങളിലൂടെ എനിക്ക് വാങ്ങിച്ചു തന്ന ഇതൊന്നും അല്ല, ഒത്തിരി ഉണ്ട്. പറയാൻ സമയമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ചുരുക്കുകയാണ്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എന്നെ നിത്യത്തിലേക്ക് അടുപ്പിച്ച എല്ലാ ദൈവ അനുഭവങ്ങൾക്കും ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. അവേ മറിയ. എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും, എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 19-ാം തിരുവചനമാണ്. ഈശോ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകുമ്പോൾ ആകാനാണ് ഉടമ്പടി നമ്മെ ഒരുക്കുന്നത്. അങ്ങനെ ഈശോ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകുമ്പോൾ നമുക്കും സ്നേഹത്തോടെ ഇഷ്ടത്തോടെ വന്ന് ഈശോയെ മഹത്വപ്പെടുത്തുവാൻ ഈ മകളുടെ ജീവിതത്തിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന മകള് ജപമാല, ഓരോ ദിവ്യരഹസ്യങ്ങൾ,
അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ദിവസത്തിൻ്റെ പ്രാധാന്യമനുസരിച്ചുള്ള ജപമാല ചെല്ലാൻ പോലും ഈ മകൾ പഠിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ, ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ, മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ, പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ, അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ഓരോന്നും പഠിക്കാനും അത് പ്രാർത്ഥനയാക്കി മാറ്റുവാനും തൻ്റെ ജീവിതത്തിൽ വെളുപ്പിനെ 2:30 എഴുന്നേൽക്കുന്ന മകൾ തനിക്കൊരു ദിനചര്യ ഉണ്ടാക്കുകയാണ്. ആ ദിനചര്യ പ്രകാരം മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഈ മകൾ കൊയ്തെടുക്കുന്നത്, ഫലം കൊയ്തെടുക്കുകയാണ്. ആ കൊയ്ത്തിന് ഈ മകളെ പ്രാപ്തയാക്കിയത് ഈ മകൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, ഈശോയോടുള്ള ഇഷ്ടം. അങ്ങനെ ഫലം 100 മേനി കൊയ്തെടുത്ത് വന്ന് ഈശോയോട് അമ്മയുടെ മധ്യസ്ഥതയിൽ കിട്ടിയ എല്ലാ കൃപകൾക്കും ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നന്ദി പറയുന്നു. തൻ്റെ എക്സാം, അതുപോലെ തൻ്റെ ഓപ്പറേഷൻ, പിന്നെ ഡിപ്പെൻഡൻ്റ് വിസയ്ക്ക് പോയ ഹസ്ബൻഡിന് എങ്ങനെ IELTS ഒന്നുമില്ലാതെ പെർമനൻറ്റ് വിസ ലഭിച്ചു. ഇതൊക്കെ പറയുമ്പോൾ ഈ മകള് ദൈവത്തെ മഹത്വപ്പെടുത്തുക തന്നെയാണ്. തൻ്റെ ജീവിതത്തിൽ ഒന്നും പരാജയമായിട്ട് വന്നിട്ടില്ല, തനിക്ക് കിട്ടിയതെല്ലാം നേട്ടമാണ് എന്ന് പൗലോസ്ലീഹായെ പോലെ വാതോരാതെ പ്രസംഗിക്കുന്ന, വാതോരാതെ ഈശോയെ മഹത്വപ്പെടുത്തി നന്ദി പറയുന്ന